ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഉപയോഗിക്കുന്ന AI ടൂളുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൂളുകളിൽ ഒന്നായിട്ടുള്ള ജെൻസ്പാർക്ക് AIനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും ജെൻസ്പാർക്കിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് അവരുടെ മണിക്കൂറുകൾ നീളുന്ന ഓഫീസ് ജോലികൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെയാണ് ജെൻസ്പാർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്ത് തീർക്കാമെന്ന് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ChatGPTക്ക് പകരം എന്തുകൊണ്ടാണ് ജെൻസ്പാർക്ക് ഉപയോഗിക്കണം എന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ജെൻസ്പാർക്ക് എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ AI വർക്ക് സ്പേസ് ആണ്. അതായത് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാനാണെങ്കിലും എക്സൽ ഷീറ്റുകൾ തയ്യാറാക്കാനാണെങ്കിലും ഡോക്യുമെൻറ്റുകൾ എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തിന് നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു AI അസിസ്റ്റൻറ്റിന് ഉണ്ടാക്കാൻ വരെ ഇതിൽ നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ, കലണ്ടർ, സ്യൂട്ട്, മൈക്രോസോഫ്റ്റ് 365, നോഷൻ ഈ പറഞ്ഞിരിക്കുന്ന നിരവധി ടൂൾസ് ആയിട്ട് ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് നോട്ട്സ് എടുക്കണമെങ്കിൽ കലണ്ടറായിട്ട് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ജെൻസ്പാർക്ക് നിങ്ങളുടെ മീറ്റ് നോട്ട്സ് എടുക്കാനായിട്ട് നിങ്ങൾ അതിനെ സഹായിക്കും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇമെയിൽ കോണ്ടന്റ് സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ജിമെയിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ജെൻസ്പാർക്കിലുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് ഒരു യൂസ് കേസ് വെച്ച് തന്നെ ചെയ്തു നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജറായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഓർഗാനിക് സ്കിൻ കെയർ ലൈക്ക് ഗ്ലോ നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിക് സ്കിൻ കെയർ ബ്രാൻഡ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു പ്ലാന് നിങ്ങളുടെ ബോസിന് പ്രസൻറ്റ് ചെയ്യണം. റിസർച്ച് ചെയ്യണം, എക്സൽ ഷീറ്റ് ഉണ്ടാക്കണം, PPT ഉണ്ടാക്കണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ചെയ്യാനുണ്ടല്ലേ. സമയമാണെങ്കിൽ വളരെ കുറവാണ്. ഈ ഒരൊറ്റ ടാസ്ക് ജെൻസ്പാർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു AI ഡോക്കാണ്. ഏതൊരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു സ്ട്രാറ്റജി ഡോക്യുമെന്റ് വേണമല്ലോ. അതിനായിട്ട് ജെൻസ്പാർക്കിലെ AI ഡോക്സ് ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ അതിന് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ഡോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോംപ്റ്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റുകളെല്ലാം തന്നെ ഇതിൽ പറയുന്ന എല്ലാ പ്രോംപ്റ്റുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോകാനായി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ കൃത്യമായിട്ട് ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്, നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഈ ജെൻസ്പാർക്ക് ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. മണിക്കൂറുകൾ എടുത്തിട്ട് ഗൂഗിളിൽ റിസർച്ച് ചെയ്ത് എടുക്കേണ്ട കാര്യമാണ് ഒറ്റ മിനിറ്റിൽ ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയത് അല്ലേ. സോ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബോസിനോട് അല്ലെങ്കിൽ ക്ലയന്റിനോടോ ഈ ഐഡിയ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പ്രസന്റേഷൻ വേണം അല്ലേ. ഇതിനാണ് ഇവിടെ എൻ്റെ ഫേവറേറ്റ് ഫീച്ചർ ആയിട്ടുള്ള AI സ്ലൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതിന് എങ്ങനെയാണ് AI സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് യൂസ് ചെയ്യേണ്ട പ്രോംപ്റ്റ് എന്താണെന്നുള്ളതും ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. സോ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ ഡിസൈന്, കണ്ടന്റ്, ഫോട്ടോസ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള PPT ഇവിടെ നമുക്ക് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഓരോ ടാസ്കോ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മാറ്റാനായിട്ടും നിങ്ങൾക്കായിട്ട് സ്വന്തം എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ പ്രീമിയം പ്ലാൻ എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഫ്രീ വേർഷനിൽ എക്സ്പോർട്ടിങ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു PPT ഞാൻ സ്ക്രീൻ ഒന്ന് വലുതാക്കിയിട്ട് ഇതിന് സ്നിപ്പിംഗ് ടൂൾ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കും. ആൻഡ് ഇത് ഞാൻ എന്ത് ചെയ്യും, നമ്മളുടെ ഗൂഗിൾ സ്ലൈഡിൽ, അതായത് നമ്മളുടെ ഡ്രൈവിൽ ഗൂഗിൾ സ്ലൈഡിൽ PPTയിൽ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് സ്ലൈഡായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ മുമ്പ് ഞാൻ ചെയ്തിരുന്ന പ്രീമിയം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന വഴികൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇനി അതല്ലാന്നാണെങ്കിൽ പ്രീമിയം വേർഷൻ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഈ കോമ്പറ്റേറ്റീവ് റിസൾട്ടുകളും അതേപോലെ തന്നെ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കണം, എക്സൽ ഷീറ്റ് ഉണ്ടാക്കണം അല്ലേ. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് എക്സൽ ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇച്ചിരി മെനക്കെട്ട പണി തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു പണി തന്നെയാണ്. ഇവിടെയും നമ്മൾക്ക് എന്താണ്, ജെൻസ്പാർക്ക് ഒരു സേവിയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഷീറ്റുകൾ വളരെ ഈസി ആയിട്ട് ജെൻസ്പാർക്ക് വെച്ചിട്ടുണ്ടാക്കാനായിട്ട് പറ്റും. സോ ആ ഷീറ്റ് ഉണ്ടാക്കേണ്ട പ്രോംപ്റ്റ് ഞാനിവിടെ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഷീറ്റ് ജനറേറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കൃത്യമായിട്ടുള്ള കോളങ്ങളും റോകളും തിരിച്ച് ഡേറ്റ വളരെ വൃത്തിയായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഒറ്റ ക്ലിക്കിൽ ഇതൊരു CSV അല്ലെങ്കിൽ എക്സൽ ഫയലായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ റിപ്പോർട്ടിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഡേറ്റ എൻട്രി വർക്കുകൾ ചെയ്യുന്നവർക്ക്, പ്രോജക്റ്റ് റിപ്പോർട്ട്സ് തയ്യാറാക്കുന്നവർക്കും ഇതൊരു വമ്പൻ
ടൈം സേവർ തന്നെയാണ്. സീരിയസ്ലി അത്രയും യൂസ്ഫുൾ ആണ് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സൽ ഷീറ്റ് വരെ നിങ്ങൾക്ക് ഇതിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച എക്സാമ്പിൾ പോലെ. ഇനിയിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾക്കൊരു ROI കാൽക്കുലേറ്റർ ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം വിത്ത് ഓട്ടോമാറ്റിക് ഫോർമുലാസ്. ഓക്കെ, ആൻഡ് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് കസ്റ്റം ഏജൻസ് ആണ്. ഇതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ കസ്റ്റം ഏജൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഡെയിലി ചെയ്തു തരാൻ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു AI അസിസ്റ്റന്റിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ സ്കിൻ കെയർ ബ്രാൻഡിന് ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാൻ ക്യാപ്ഷൻസ് വേണം അല്ലേ? അതിനായിട്ട് ഒരു സോഷ്യൽ മീഡിയ മാനേജർ ഏജൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയാലോ. സോ ഈ പറഞ്ഞിരിക്കുന്ന പ്രോംപ്റ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾക്ക് എന്ത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടണമെങ്കിലും ഈ ഏജന്റിനോട് ചോദിച്ചാലും മതി. കൃത്യമായിട്ടുള്ള ടോണിൽ ഹാഷ്ടാഗുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടും. ഇതേപോലെ നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ചിട്ട് ഒരു HR അസിസ്റ്റൻസ്, സെയിൽസ് കോപ്പി റൈറ്റർ, ഇതേപോലത്തെ ഒരുപാട് ഏജന്റിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, ഡെവലപ്മെന്റ് ചെയ്യാം, മീറ്റിംഗ് നോട്ട്സ് എടുക്കാം, അങ്ങനെ നിരവധി വേറെ കുറേ കാര്യങ്ങൾ ഈ ഒരു ജെൻസ്പാർക്ക് ടൂളിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം കൊണ്ടും ഒരു ഓൾ ഇൻ വൺ വർക്ക് സ്പേസ് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് ജെൻസ്പാർക്ക് AI. ഒരൊറ്റ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്തു, PPT ഉണ്ടാക്കി, എക്സൽ ഷീറ്റ് ഉണ്ടാക്കി, ഒരു ഏജന്റിനെയും ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ പ്രൈസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് ദിവസവും അത്യാവശ്യം ക്രെഡിറ്റുകൾ, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 100 ക്രെഡിറ്റ്സ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ ടൂള് വലിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ പ്രീമിയം പ്ലാൻ എടുക്കേണ്ടതാണ്. മാസം ഏകദേശം ഒരു 2600 രൂപയൊക്കെയാണ് ഈ മന്ത്ലി പേയ്മെൻറ്റ് ഇതിന് വരുന്നത്. ഈ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ വേർത്തിയാണ്. ട്രസ്റ്റ് മീ, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അത്രയും വേർത്തി ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ഒരു ജെൻസ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ജെൻസ്പാർക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോംപ്റ്റ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു.